വെൽക്കം ടു സാൻസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ വെറൈറ്റി ടൈപ്പ് ഒരു പിസ്സയാണ്, പിസ്സ പോക്കറ്റ്. അതിന് ആദ്യം ഫസ്റ്റ് നമുക്ക് ഡോ തയ്യാറാക്കി വെക്കണം. ആദ്യം നമുക്ക് ഈസ്റ്റിൻ്റെ മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ടിട്ടുണ്ട്, പിന്നെ ഷുഗർ ഒരു 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്, പിന്നെ വാം വാട്ടറാണ് ഞാൻ എടുത്തേക്കുന്നത്, അത് ഒരു 1 കപ്പ്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 3 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ സോൾട്ടും പിന്നെ ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ മിക്സ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഓൾ പർപ്പസ് ഫ്ലോറിലോട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ടേബിൾ ടോപ്പിൻ്റെ പുറത്ത് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ നീഡ് ചെയ്തെടുക്കണം. ഡോ നല്ലൊരു സോഫ്റ്റ് ഡോ വേണം വരാൻ. ഒട്ടൽ വല്ലതും ഉണ്ടെങ്കിൽ കുറച്ച് മാവിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഓയിൽ എടുക്കാം. അപ്പോൾ അതാണ്ട് ഞാൻ നന്നായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കവർ ചെയ്ത് ഇതിനി ഒരു റെസ്റ്റ് ചെയ്യാനായിട്ട് 1 അവർ വാമായിട്ടുള്ള പ്ലേസിൽ വെക്കണം. അപ്പോഴത്തേക്ക് ഈ ഡോ ഡബിൾ സൈസായിട്ട് വരത്തുള്ളൂ. ഇവിടെ ഞാൻ തയ്യാറാക്കുന്ന പിസ്സയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ്റെ പിസ്സയാണ്. അപ്പോഴേ ഇവിടെ ഞാൻ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഈ ചിക്കൻ കുക്ക് ചെയ്തെടുക്കണം. ഹാഫ് LB ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് കുറച്ച് കുമിൻ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം, ടർമറിക്ക്, പിന്നെ ഗരം മസാല എടുത്തിട്ടുണ്ട്, പിന്നെ ജിഞ്ചറും ഗാർലിക്കും കൂടെ അതിൻ്റെ പേസ്റ്റ് ആക്കിയതാണ് ഞാൻ എടുത്തേക്കുന്നത്, പിന്നെ ചില്ലി പൗഡർ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിനകത്തിട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇട്ടേക്കുന്ന ഓണിയൻ പൗഡറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി, അത് ഓപ്ഷനിലാണ്. പിന്നെ ഓർഗാനോ അത് ഒരു 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇനി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഞാനൊരു 30 മിനിറ്റ്സാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് കുറച്ച് ഓയിൽ പാനിലൊഴിച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ചെറിയ പീസ് ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തേക്കുന്നത്. ഇനി ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം. അതാണ്ട് ചിക്കൻ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ പിസ്സയുടെ ഡോ എങ്ങനെ ആയത്, ഇപ്പോൾ ഡബിൾ സൈസ് ആയിട്ടുണ്ട്. ഇനി ഇതിനി ഒന്ന് എടുത്തിട്ട് ഇതിൽ നിന്ന് ചെറിയ ബോളുകളാക്കി നമുക്ക് എടുക്കണം. ഇനി ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം, തിന്നാവരുത്. ഇതിൻ്റെ ടോപ്പിലോട്ട് കുറച്ച് പിസ്സ സോസ് നമുക്ക് തേച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് ഒലിവ്സും ബെൽ പെപ്പറും ഞാൻ ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ ഇപ്പം ഫ്രൈ ചെയ്തെടുത്തില്ലേ, അതും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചീസ് ഇടുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ കുറച്ച് ചീസേ ആഡ് ചെയ്യുന്നുള്ളൂ, നിങ്ങൾക്ക് തോന വേണമെങ്കിൽ അതനുസരിച്ച് ഇടാം. ഞാൻ ഇത് ഷ്രെഡഡ് ആണ് ഇട്ടത്. ക്യൂബ് ആണെങ്കിലും കുഴപ്പമില്ല, സ്ലൈസ് ആണെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ ബോളുകളാക്കി ഇനി ബേക്ക് ചെയ്യുന്ന ട്രെയിലോട്ട് നമുക്ക് മാറ്റാം. ഇതിനകത്ത് ഞാനിപ്പോൾ ഓയിൽ ഞാൻ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് കുറച്ച്. ഞാൻ ബേക്ക് ചെയ്യാൻ പോകുന്നത് ഓവനിലൊന്നുമല്ല, സ്റ്റവിൻ്റെ ടോപ്പിൽ വെച്ചിട്ടാണ്. ഇത് 10 മിനിറ്റ് മുമ്പേ ഞാൻ ഹീറ്റാക്കി വെച്ചേക്കുവാണ്. ഇനി ഇതിനകത്ത് വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇതൊരു കുക്ക് ചെയ്യാനായിട്ട് ഒരു 20 മിനിറ്റ്സ് വേണ്ടി വന്നു. എന്ന് വെച്ചാൽ ചെറിയ മീഡിയം ഫ്ലെയിമിലിട്ടല്ലേ കുക്ക് ചെയ്തത്. ഇപ്പോൾ അങ്ങനെ നമ്മുടെ പിസ്സ പോക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ടോപ്പിൽ ഞാൻ ബ്രഷ് ചെയ്തിരിക്കുന്നത് കുറച്ച് ഓയിലിനകത്ത് ചില്ലി ഫ്ലേക്സും ഓർഗാനോയും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ ബ്രഷ് ചെയ്തേക്കുവാണ്. പിസ്സ പോക്കറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.